എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഞാൻ ദാ റെഡിയായി, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 മണിക്കാണ്. ഞാൻ എൻ്റെ ആൻറ്റിയുടെ കൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ ദാ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്. ഇനി ചെന്ന് എല്ലാ പ്രിപ്പറേഷനും തുടങ്ങണം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വർഷം ഇരുന്നത് കാലടിയിലാണ് കേട്ടോ. കാലടിയിൽ ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പോൾ ആ വീട്ടിലെ ആൻറ്റിയാണ് ഇതായി നടന്നു വരുന്നത്. അപ്പോൾ ആൻറ്റിയൊക്കെ നല്ല സഹകരണമായിരുന്നു. ആൻറ്റി തന്നെ പറഞ്ഞു ഇങ്ങനെ അവരുടെ അടുപ്പെന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി അടുപ്പ് തരും. അപ്പോൾ അടിയിൽ കല്ലിട്ടിട്ട് വേണം നമ്മൾ അടുപ്പ് വെച്ചിട്ട് പൊങ്കാല ഇടണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തെരളി മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തെരളി മണ്ടപ്പുറ്റ അതെല്ലാം ഒന്ന് കുഴച്ച് എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്താ വയണയില എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നു. അപ്പോൾ അതിനെ ഇനി വയണയിലയൊക്കെ മാവ് കുഴച്ചു ഇതുപോലെ കോട്ടി ഇങ്ങനെ എടുക്കുകയാണ്. എല്ലാം കൊണ്ട് നല്ല സൗകര്യമുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ വർഷം പൊങ്കാല ഇടാൻ എനിക്ക് സാധിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തെരളി ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇതിന് ശേഷം മണ്ടപ്പുറ്റ് കുഴച്ച് വയ്ക്കും. പക്ഷേ അടുപ്പിൽ ആദ്യം വയ്ക്കുന്നത് ഞാൻ മണ്ടപ്പുറ്റാണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഓരോന്നും കോർത്ത് കുറച്ച് കൂടുതൽ തെരളി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഈ വർഷം. നമ്മൾ വിചാരിച്ചത് ഒരു അടുപ്പ് മാത്രം, നമ്മളൊന്ന് 6 അടുപ്പുണ്ട്. 6 അടുപ്പ് 2 സൈഡിലും കൂടെ ഇരിക്കാൻ വേണ്ടി അവൻ വിചാരിച്ചത് ഒന്നിച്ചേ ഇരിക്കുള്ളൂ, ഒന്നിച്ച് ഒരാളെടുത്ത്. അങ്ങനെയല്ല പറഞ്ഞത്. അവര് മാറി അപ്പുറം അല്ല നമുക്കിപ്പോ ഇത് സൗകര്യത്തിന് കിട്ടിയല്ലോ. പിന്നെ അല്ല എല്ലാ സൗകര്യവും ഉണ്ട്. നല്ല കാലത്ത് ചെയ്യാം. ആന്റി മറ്റേ കിറ്റ് വലിയ കിറ്റാണ് ആന്റി. കൈ വെച്ചോളാം. നോക്കട്ടെ ആന്റി പിടിച്ചിരുന്നോ മതി. അല്ല ആന്റി ഞാൻ വിചാരിച്ചത് കിച്ചുവിന്റെ അവിടെ പറഞ്ഞു. ഇപ്പൊ സിന്ധു കാണില്ല. കിച്ചു ഇതിനിടയ്ക്ക് നിന്റെ വരപ്പോഴ് കിച്ചുവിന്റെ കൂടെ പറഞ്ഞു വിടാം പോണോ. അല്ലേ കിച്ചു നെയ്യില്ല ആന്റി. ആന്റി ഫുള്ള് നെയ്യില്ല. ഞാൻ തെരളിയുടെ മാല കോർത്ത് കഴിഞ്ഞു. കണ്ട ഇനി സമയമുണ്ട്, നമുക്ക് സമയമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പരിപാടികളാണ് ഇപ്പൊ നടക്കുന്നത്. നമ്മളെ കൂടെ വന്ന ആന്റിയാണ്. നമ്മളെ വീടിന്റെ അടുത്താണല്ലേ ഇടവക്കോട്. ഞങ്ങളങ്ങനെ കണ്ടിട്ടില്ല, അടുത്താണ് പക്ഷെ വീട്. അയ്യോ നല്ല സൗകര്യത്തിന് ഇതുപോലെ സമാധാനത്തിലിരുന്ന് കുഴച്ച് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റി കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയതിന് ശേഷം എല്ലാ സാധനവും കൊണ്ട് നമ്മൾ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് കൊണ്ട് വയ്ക്കും. പിന്നെ നമുക്ക് ഡയറക്റ്റ് പൊങ്കാല കത്തിച്ചതിന് ശേഷം ഓരോന്നായിട്ട് ചെയ്ത് തീർത്താൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം കുഴച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ അടുപ്പ്, അതായത് നമ്മൾ എവിടെയാണോ അടുപ്പ് വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് പോകും. അപ്പോൾ ഇപ്പം ഭയങ്കരമായിട്ട് നേരമൊന്നും വെളുത്തില്ല. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഇത്തിരി ഇരുട്ട് ആ ഒരു സമയമാണ്. അപ്പോഴേ കുഴച്ച് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച ടെൻഷനില്ല. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ തെരളി മണ്ടപ്പൂറ്റൊക്കെ എനിക്ക് വർഷം തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കും, അങ്ങനെയാണ്. അപ്പം കഴിഞ്ഞ വർഷം ഞാൻ അത് ഉണ്ടാക്കിയില്ലായിരുന്നു, പായസം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഇത്തവണ എനിക്ക് അത് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടെൻഷനുണ്ട്. അമ്മയെടുത്തും ചേച്ചിയെടുത്തൊക്കെ വിളിച്ച് ചോദിച്ചു ഇതിൽ എത്ര മാവ്, എങ്ങനെയാണ് കണക്ക് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു പൊങ്കാല, അടിപൊളി ഒരു വൈബ് പൊങ്കാലയായിരുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷം ഇടാനുള്ള ഭാഗ്യം ഭഗവതി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആൻറ്റി കുഴച്ചോലെ പഠിക്കാൻ വിചാരിച്ചു. ആൻറ്റി കണ്ടില്ലേ ഒന്നും കണ്ടോ, ഒന്നിലും ആന്റി പഴം ഇടാതെ തന്നെ. തെരളി മണ്ടപ്പൂറ്റിലൊന്നും പഴം ഇട്ടിട്ടില്ല. ഞങ്ങൾ പഴം ഇട്ട് മത്സരിക്കുകയാണ്. ആന്റിക്ക് ഇത് ഒരിടം എത്തുന്നില്ല.
ഇടയ്ക്ക് ഞാൻ നമ്മുടെ സംഭാഷണം ലൈവായിട്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നടന്ന അതേ സംഭാഷണം ഞാൻ ഇടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. അത് വേറൊന്നുമല്ല. അപ്പോൾ ആ ഒരു വൈബും കൂടെ നിങ്ങളിലേക്ക് കിട്ടും. അപ്പം ഞങ്ങൾ ഇതുപോലെ സംസാരിക്കുന്നതൊക്കെ കിടുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ അത് നമുക്ക് കേൾക്കാനായാലും ഭയങ്കര ഇഷ്ടമായിരിക്കും. നമ്മളെല്ലാവരും കൂടെ സംസാരിക്കുന്ന ഒരു സംഭാഷണം. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ ഒരു ഷോർട്സും കൂടെ ഞാൻ ഇടുന്നത്. പിന്നെ ഇതുപോലെ തെരളിക്ക് കുഴച്ചു. ഇനി അതിന് ശേഷം മണ്ടപ്പുറ്റാണ് കേട്ടോ. മണ്ടപ്പുറ്റ് ഇപ്പോൾ ഏതാണ്ട് നേരമൊക്കെ വെളുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാനും ആൻറ്റിയും കൂടെ വന്ന ആൻറ്റിയും എല്ലാവരും കൂടെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ജോളിയായിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങളിങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ അനുഭവങ്ങളും ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന കലമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ, അതായത് ഈ വീട്ടിൻ്റെ ഉടമസ്ഥ ആൻറ്റി ഇടുന്ന പൊങ്കാല കലമൊക്കെയാണ് ആൻറ്റി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. വിളക്കൊക്കെ രാവിലെ ആൻറ്റി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആൻറ്റി ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും എല്ലാ സഹകരണങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെ വേണം. കാരണം നമുക്ക് അങ്ങനെയൊക്കെ ഒരു ആവശ്യം വരുമ്പോൾ ചിലരുണ്ട് ഗേറ്റൊക്കെ അടച്ചങ്ങിട്ടിരിക്കും. ചില ആൾക്കാർ ഗേറ്റ് അടച്ചിട്ടിരിക്കും, തുറന്നു കൊടുത്തില്ല, ബാത്റൂമിൽ പോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ കുറേയുള്ള ടീമുണ്ട്. പക്ഷേ ഇവരങ്ങനെ അല്ലായിരുന്നു. ഇവരെല്ലാ സഹകരണവും ഉണ്ടായിരുന്നു. അതായത് വെള്ളത്തിന് വെള്ളം, അതുപോലെ നമുക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ വാഷ്റൂമിൽ പോകാം, എല്ലാ അതിനിടയിൽ വെള്ളം അതൊക്കെ നമുക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമുക്കും മനസ്സുകൊണ്ട് നമ്മൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. ചില ടീമുണ്ട് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ചില വീട്ടുകാർ വാതിൽ പോലും തുറക്കാത്ത വീട്ടുകാരുണ്ട്, ഗേറ്റ് പോലും തുറക്കാത്ത വീട്ടുകാരുണ്ട്. അപ്പോൾ അത് ഒരു തരം ആൾക്കാർ, മറ്റേത് വേറൊരു തരം ആൾക്കാർ, അത്രയേ ഉള്ളൂ. അങ്ങനെ നേരമൊക്കെ ഏതാണ്ട് വെളുത്ത് തുടങ്ങി കേട്ടോ. ഏതാണ്ട് വെളുത്തു, നല്ല വെട്ടമൊക്കെ വീണു. അപ്പം ഞാൻ മണ്ടപ്പുറ്റിന് പിടിക്കുകയാണ് കേട്ടോ. മണ്ടപ്പുറ്റ് നന്നായിട്ട് ഉറപ്പിച്ച് നന്നായിട്ട് ഉരുട്ടി കണ്ണും മൂക്കും ഒക്കെ വെച്ച് വേണം ചെയ്യാനായിട്ട്. അതെല്ലാവർക്കും അറിയാം. പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മുടെ ആഗ്രഹവും പറഞ്ഞ് നമ്മുടെ ആർക്കാണോ വയ്ക്കുന്നത് അത് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ വയ്ക്കുക, ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഇഡ്ഡലിക്കുട്ടത്തിൽ ആദ്യം മണ്ടപ്പുറ്റാണ് വെച്ചത്. മണ്ടപ്പുറ്റിന് വച്ചതിന് ശേഷം അത് ആയതിനു ശേഷമാണ് തെരളിക്ക് വെച്ചത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും. ചിലർ തെരളി വയ്ക്കും, മണ്ടപ്പുറ്റ് അങ്ങനെ. നമ്മുടെ തെരളിയെല്ലാം കുഴച്ച് കഴിഞ്ഞു. ഇനി അടുത്ത് മണ്ടപ്പുറ്റാണ് കേട്ടോ. മണ്ടപ്പുറ്റ് ഓൾമോസ്റ്റ് ആയി. എന്നാൽ ഇനിയും ഒരു ഹാഫ് പോർഷൻ ഇനിയും ഉണ്ട്. അപ്പോൾ അതുകൂടെ ആയാൽ ഇനി നമുക്ക് അടുപ്പെല്ലാം റെഡിയാക്കാം. അടുപ്പൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി അത് മൺകലമൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇരുന്ന സ്ഥലമൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കിയിടുകയാണ്. കാരണം നമ്മൾ അങ്ങനെ ഇട്ടെറിഞ്ഞ് പോവാതിരിക്കുന്നതാണല്ലേ നല്ലത്. കാരണം മറ്റൊരാൾക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കല്ലൊക്കെ കൂട്ടി വയ്ക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ രാവിലെ വന്നപ്പോൾ തന്നെ കല്ല് വാങ്ങി വെച്ചു. അടുപ്പ് ഇവിടെയുള്ള ആൻറ്റി തന്നെ തന്നു. കാരണം അവിടെ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ട് അത് പെട്ടെന്ന് പ്രശ്നമാവും എന്ന് വെച്ചാൽ അതെന്തെങ്കിലും ഇല്ലാതാകുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ അടുപ്പാണ് വർഷം തോറും ഇങ്ങനെ വരുന്ന ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ന് ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവിടെ ഇരുന്നവർക്ക് എല്ലാവർക്കും ഇതുപോലെ ഓരോ അടുപ്പ് കൊടുക്കും. കല്ല് നമ്മൾ പുറത്ത് പോയി വാങ്ങിച്ചു. 3 കല്ലിന് 30 രൂപ. അങ്ങനെ ഞാൻ മൊത്തം 2 അടുപ്പാണ്. അപ്പോൾ എനിക്ക് 6 കല്ല് വേണമായിരുന്നു. അപ്പോൾ കല്ല് നേരത്തെ ഞാൻ രാവിലെ വാങ്ങി വെച്ചിട്ടാണ് പിന്നെ മാവൊക്കെ കുഴയ്ക്കാൻ പോയത്. അപ്പോൾ ഇതെങ്ങനെ വയ്ക്കണം എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാൻ അപ്പുറത്ത് ആൻറ്റിയുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് 2 അടുപ്പ്, ആൻറ്റിക്ക് 2 അടുപ്പ്, മറ്റേ എൻ്റെ കൂടെ വന്ന ആൻറ്റിക്ക് 1 അടുപ്പ്, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുപ്പ് ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. 2 കല്ല് ആദ്യം ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് 1 കല്ലിനെ ഇതുപോലെ മറ്റേ സ്ലീപ്പിംഗ് ലൈൻ പോലെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. എന്നിട്ട് അടുപ്പ് വയ്ക്കുക. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും തീ പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ടായിരുന്നു. അടുപ്പ് ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൺകലം വെച്ച് ചന്ദനമൊക്കെ ഇട്ടിരുന്നത് ആൻറ്റിയാണ് കേട്ടോ. ചന്ദനമൊക്കെ ഇട്ട് പൂവൊക്കെ ശരമൊക്കെ വാങ്ങി പൂവൊക്കെ കെട്ടി നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മൺകലത്തിൽ പൊങ്കാല ഇടുന്നത് എന്നുള്ള പ്രത്യേകത കൂടെ ഇതിലുണ്ട്. നമ്മുടെ വീഡിയോ എനിക്ക് വീഡിയോ എടുത്തെന്ന് വെച്ചാൽ അവൻ്റെ വീഡിയോ മാത്രമില്ല. എങ്ങനെയുണ്ട് പൊങ്കാല? തിരക്കുണ്ടോ? എത്ര മണിയായി? 10:15 പൊങ്കാല അടുപ്പ് കത്തിക്കും. ഓക്കെ, ബൈ പറ. ബൈ. അപ്പോൾ രാവിലത്തെ അന്നദാനം കൊടുത്തു തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അത്യാവശ്യം ഭയങ്കര തിരക്കൊന്നുമില്ല കേട്ടോ. ഭയങ്കരമായിട്ട് തിരക്കൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ അന്നദാനത്തിന് ക്യൂ നിൽക്കുകയാണേ. പക്ഷേ ഞാൻ ക്യൂ നിന്നപ്പോഴേ ആൻറ്റി ഒന്നും അടുത്തില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു നിനക്കുള്ള ആഹാരം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആൻറ്റീൻ്റെ കൂടെ അങ്ങ് പൊങ്കാലിടുന്ന സ്ഥലത്ത് പോയി.
അപ്പം ഞാൻ അധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അവരെങ്ങനെയാണെന്തോ രണ്ടുപേരും ആദ്യം എനിക്കും ഉള്ളത് അവർക്കുള്ള ഫുഡൊക്കെ വാങ്ങി നേരത്തെ വച്ചിരുന്നു. പക്ഷേ അത് ഞാൻ അറിഞ്ഞില്ല, ഈ ക്യൂവിൽ ഞാൻ മാത്രമാണ് നിൽക്കുന്നത്. അങ്ങനെ 10:15 ഇതാ അടുപ്പ് കത്തിച്ചു. ഇപ്പോൾ ഇതാ ഞാൻ രണ്ടും, അതായത് പായസം അതുപോലെ തന്നെ മണ്ടപ്പുറ്റ്, അതിൻ്റെ രണ്ടിലും ഞാൻ തീയൊക്കെ പകർന്നിട്ടുണ്ട്. പിന്നെ ഇതാ എല്ലാവരും കണ്ട ഈ വീടിനകത്ത് ഇരുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്. പിന്നെ വേറെയും ഉണ്ട്, അവരുടെ ഫാമിലിയൊക്കെ സൈഡിലോട്ട് ഇരിപ്പുണ്ട്. അത് ഈ സൈഡല്ല കേട്ടോ, അത് ഈ സൈഡാണ്. ഇതെല്ലാം അവരുടെ ഫാമിലി, അതായത് ഈ വീട്ടിലെ ആൻറ്റിയുടെ ആൾക്കാരൊക്കെയാണ് ഇരിക്കുന്നത്. നല്ല സൗകര്യമായിരുന്നു നമുക്ക്. പിന്നെ വെയിലുണ്ടായിരുന്നു, പക്ഷേ ആ വെയിലൊന്നും നമ്മൾ വലിയ ഇതായിട്ട് എടുക്കൂലല്ലോ. കാരണം നമുക്ക് പൊങ്കാല ഇടണം, പൊങ്കാല ഇട്ട് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചു വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പിന്നെ അത് അരിയൊക്കെ ഞാൻ കഴുകിയിടുകയാണ്. വെള്ളമൊക്കെ തിളച്ചു, അരി കഴുകിയിട്ടു. പിന്നെ അത് പായസം ആയതിനു ശേഷം അതിനിടയിൽ ഞാൻ ആ മണ്ടപ്പൂറ്റിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സമയമെടുത്ത് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ട സാധനങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തിയോടു കൂടി തന്നെ എല്ലാം ചെയ്ത് തീർക്കുകയാണ്.
അങ്ങനെ എല്ലാം ഇതാ തയ്യാറായിട്ടുണ്ട്. അതായത് മണ്ടപ്പുറ്റ്, തെരളി, പായസം ഇതെല്ലാം റെഡിയാക്കി പുറത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ തളിക്കാനുള്ള സമയമായി. ഇനിയിപ്പോൾ പോറ്റി വരും. പോറ്റി വന്ന് തീർത്ഥമൊക്കെ തളിച്ചതിന് ശേഷം നമുക്ക് പോവാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ 2025 ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇന്ന് സമാപ്തമാണ്. അതായത് പൊങ്കാലയെല്ലാം കഴിഞ്ഞു. ഇനി 1:15 നിവേദ്യം. 1:15 നിവേദ്യമാണെങ്കിലും 1:30 ആകും. നമുക്കിവിടെ എത്തുമ്പോൾ 1:30 ആകും എന്നാണ് ഇവിടുത്തെ അങ്കിള് പറഞ്ഞത്. അപ്പം എന്തായാലും ഞാൻ ഈ വർഷം ഇരുന്ന സ്ഥലവും എല്ലാം കൊള്ളാം. ഫുഡൊക്കെ നമുക്ക് കറക്റ്റ് സമയം കിട്ടി, വെള്ളം കിട്ടി, പിന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. എല്ലാം മംഗളമായിട്ട് നടന്നു. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഓൾ.